Good evening to all. Calicut University 5th Sem Bcom ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അതായത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത് പറയുന്നത്, ജനറൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ എന്താണ് ടാക്സ്, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ്, ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, പിന്നെ ഹിസ്റ്ററി, അതായത് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി SC ആയിട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്താണ് മേ ബി SC ആയിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ എന്താണ് ടാക്സ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ, ഫീസ് എന്താണ്, പെനാൽറ്റീസ് എന്താണ്, അതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ എന്താണ് നമുക്ക് ടാക്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ടാക്സ് ഈസ് എ ഫിനാൻഷ്യൽ ചാർജ് ഓർ ലെവി ഇമ്പോസ്ഡ് ബൈ എ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അതായത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനോ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജാണ് എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അതെന്താണ്, ഒരു ഫിനാൻഷ്യൽ ചാർജാണ്, പണമായിട്ട് നമ്മൾ, അതാണ് ഫിനാൻഷ്യൽ. ടാക്സ് ഈസ് എ ഫിനാൻഷ്യൽ ചാർജ് ഓർ ലെവി ഇമ്പോസ്ഡ് ബൈ എ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. In other words, tax is a compulsory collection of money from people. ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, മണി, അതായത് പൈസ കളക്ട് ചെയ്യുക. ഇവിടുന്ന് ആളുകളിൽ നിന്ന്. കമ്പൽസറി കളക്ഷൻ ഓഫ് മണി ഫ്രം പീപ്പിൾ ടു ബി സ്പെൻഡ് ഫോർ ദി കോമൺ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും മണി ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, tax is a compulsory collection of money from people to be spent for the common benefit of society. There are taxes imposed by the central government, state government, local authorities. അതായത് ഈ ടാക്സ് ചുമത്തുന്നത് ആരായിരിക്കും, മേ ബി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ അതോറിറ്റീസ് ആയിരിക്കാം. ഈ ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ഇല്ലേ, അതാണ് ഈ ലോക്കൽ അതോറിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ടാക്സ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക, ആ ബ്രാക്കറ്റ് ഇട്ടത്. ഓക്കെ, പിന്നെ ടാക്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ആൻഡ് റിഫ്യൂസൽ ടു പേ ടാക്സ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതായത് ഈ ഇൻകം ഉള്ള ഏതൊരു ഇൻഡിവിജ്വലും പേ ചെയ്യേണ്ടതാണ് എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റെഫ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുക, ടാക്സ് അടയ്ക്കാതിരിക്കുന്നത് ഒരു പണിഷബിൾ ഒഫൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിന് എന്തടക്കേണ്ടി വരും, നമ്മളതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും, ടാക്സ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഏതൊരു ഇൻഡിവിജ്വലും അവർക്ക് ഒരു പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ആൻഡ് റിഫ്യൂസൽ ടു പേ ടാക്സ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ദർ ഈസ് നോ ഡയറക്റ്റ് സംതിങ് in return in the case of tax. Therefore, taxpayers cannot claim any immediate benefit against the amount paid by them. അതായത് ഞാനൊരു 2 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട്, ഒരു ജ്യൂസ് കടയിൽ പോയിട്ട് ഞാനൊരു 100 രൂപ കൊടുക്കുകയാണ്. അങ്ങനെ 100 രൂപ ഞാൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും, 100 രൂപയുടെ ജ്യൂസിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അതായത് ഞാനവിടെ ക്യാഷ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, 100 രൂപ പേ ചെയ്യാൻ അവിടെ റെഡി ആവുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ടാക്സ് അടയ്ക്കാൻ അവിടെ റെഡി ആകുമ്പോൾ അവിടെ ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇനി അങ്ങനെ തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല, അതൊരു സൊസൈറ്റിക്ക് വേണ്ടിയായിരിക്കും. അതാണ് ദർ ഈസ് നോ ഡയറക്റ്റ് സംതിങ് ഇൻ റിട്ടേൺ ഇൻ ദ കേസ് ഓഫ് ടാക്സ്. ദെർഫോർ ടാക്സ് പേയേഴ്സ് cannot claim any immediate benefit against the amount paid by them. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റാണ് ടാക്സ് ഈസ് എ പേയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡയറക്റ്റ് സർവീസ് ടു ബി റെൻഡേഡ് ബൈ ദി ഗവൺമെൻറ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് ഞാനിപ്പോൾ ടാക്സ് അടയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാണ് ഗവൺമെൻറ് ത്രൂ. അതായത് ഞാനിപ്പോൾ 2 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെൻറ്റിലോട്ടാണ്. ഗവൺമെൻറ് ആ ക്യാഷ് എന്താ ചെയ്യുന്നത്, അതായത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ടാക്സ് ഈസ് എ പേയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡയറക്റ്റ് സർവീസ് ടു ബി റെൻഡഡ് ബൈ ദി ഗവൺമെൻറ് ടു ദ കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ദ ടൈം ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആർ ഡിറ്റർമൈൻഡ് ഫ്രം ടൈം ടു ടൈം
ബൈ ദി ടാക്സ് ഇമ്പോസിങ് അതോറിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഫീച്ചേഴ്സ് ഓഫ് ടാക്സിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് ടാക്സസ്, ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, tax is levied by a competent authority as a compulsory charge on a genuine ground of imparting service for the betterment of the society. On other hand, fees are charged as consideration for the service rendered. This fees has the amount of fee depends on the cost of service rendered. അതായത് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ, അതൊരു കമ്പൽസറി ചാർജാണ്. എന്തിനു വേണ്ടിയിട്ട്? സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്, അതായത് ഇൻകം ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും കമ്പൽസറി ആയിട്ട് ചാർജ് ചെയ്യുന്നൊരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ല ഇനിയൊരു എന്തിന് ഫീസിനെ പറയുന്നതാണെങ്കിൽ, അതായത് നമുക്ക് ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ സർവീസിന് പകരമായിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത്. ഫീസ് ആർ ചാർജ് ആർ കൺസിഡറേഷൻ ഫോർ ദി സർവീസ് റെൻഡഡ്. അതായത് അവർ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനുള്ള കൺസിഡറേഷനാണ് എന്ത് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫീ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സർവീസ്, അതായത് എത്രത്തോളാണ് ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ആ ഒരു സർവീസിൻ്റെ കോസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത്. ഫീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോസ്റ്റ് ഓഫ് സർവീസ് റെൻറ്റഡ്. ഓക്കെ, അതാണ് ടാക്സസ്, ഫീസ് നമുക്ക് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ. ടാക്സേഷൻ ചുമത്തുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ജനറേഷൻ ഓഫ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഞാൻ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പാരഗ്രാഫ്സ് ഒക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടും. അത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. അതല്ലാണ്ട് കാണാണ്ട പഠിച്ച് എഴുതാൻ നിൽക്കരുത്. കാണാണ്ട പഠിച്ച് എഴുതി നിന്നാൽ സാധനം ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. സോ കാണാണ്ട പഠിക്കാതിരിക്കുക, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ആണിത്, ജനറേഷൻ ഓഫ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താ, ടാക്സാണ്. ഗവൺമെൻറ്റിന് ഒത്തിരി ചിലവുകളുണ്ടായിട്ട്, ഒത്തിരി ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിലവുകൾ. അപ്പോൾ ഈ ചിലവുകളൊക്കെ നികത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, വരുമാനം വേണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് ടാക്സ് എന്ന് പറയുന്നത്. The major aim of taxation is to generate revenue for the proper functioning of the government. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാക്സേഷൻ്റെ മേജർ എയിമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. അതായത് പണക്കാരുടെ കയ്യിൽ മാത്രമായിരിക്കും പൈസ ഉണ്ടായിരിക്കുക, പാവങ്ങളുടെ കയ്യിലോട്ട് അത് എത്തണം എന്നില്ല. അപ്പോൾ അത് പാവങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ടാക്സേഷൻ, ആ ഒരു ടാക്സ് സിസ്റ്റം എന്ത് ചെയ്യുന്ന പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഗവൺമെൻറ് ഇമ്പോസസ് മോർ ടാക്സസ് ഓൺ പീപ്പിൾ വിത്ത് ഹൈ ഇൻകം. അതായത് ഹൈ ഇൻകം ഉള്ളവരിലാണ് നമ്മൾ കൂടുതലായിട്ട് ടാക്സ് ചുമത്തുന്നത്. അതായത് ഒരു 10 കോടി ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം രൂപ നമ്മൾ ടാക്സ്, നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ എന്തടക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും ഹൈ ഇൻകം ഉണ്ടെങ്കിൽ. ഹൈ ഇൻകം ഇല്ലാത്ത പക്ഷം അത്ര എമൗണ്ട് എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദ എമൗണ്ട് സോ കളക്റ്റഡ് ക്യാൻ ബി സ്പെൻഡ് equitably across different parts of country or state. This process helps to redistribute wealth concentrated in certain state, parts of the country or group of people. അതാണ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. അതായത് ഹൈ ഇൻകം ഉള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ടാക്സ് നമ്മൾ മേടിക്കുമ്പോൾ ആ ടാക്സ് മണി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓഫ് കോഴ്സ് അത് ഇതുപോലത്തെ റോഡ് പണി, പാലം പണി, ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ചിലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആ പൈസ ആരിലോട്ടാണ് പോകുന്നത്? പാവങ്ങളിലോട്ടാണ് പോകുന്നത്. അതാണ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എൻകറേജിങ് ദി ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി പീപ്പിൾ. അതായത് ഈ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. അതായത് ഈ LIC, അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അത് ആക്ച്വലി നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നത് വഴി നമുക്ക് അത്രയും ആ എമൗണ്ടിന് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, in order to divert the idle money into more productive channels, tax incentives are offered by the government. Income tax exemption on investment in life insurance, national savings certificate helps to increase the habit of saving and the diversion of saving to productive investment. Okay, അതാണ് എൻകറേജിങ് ദ ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ പീപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ സ്പീഡി എക്കോണമിക് ഡെവലപ്മെൻറ്റ്. സ്പീഡി എക്കോണമിക് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനെ ഹൈ ഇൻകം ഉള്ളവർ ടാക്സ് അടയ്ക്കും. ഹൈ എമൗണ്ട് ആയിരിക്കും ഈ ഹൈ ഇൻകം ഉള്ളവർ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത്, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കും, എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ സ്പീഡാകും. അതാണ് സ്പീഡി എക്കോണമിക് ഡെവലപ്മെൻറ്റ്. മോർ ടാക്സ് മീൻസ് മോർ റവന്യൂ ടു ദി ഗവൺമെൻറ്. അതായത് ഒത്തിരി ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് ഒത്തിരി റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടുക, അതാണ് മീൻ ചെയ്യുന്നത്. ദിസ് ഇൻ ടേൺ ലീഡ്സ് ടു റാപ്പിഡ് എക്കോണമിക് ഡെവലപ്മെൻറ്റ്. ഫർദർ ടാക്സേഷൻ ഹെൽപ്പ് ടു ഡിസ്കറേജ് കൺസംഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിക്കോസ് ദി റേറ്റ് ഓഫ് ടാക്സ് ഓൺ ദി ദർ ആർ വെരി ഹൈ. ഓക്കെ, പിന്നെ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അതായത് നമ്മൾ ഒത്തിരി ഹൈ ഇൻകം ഉള്ള ഒത്തിരി പേര് ഒരു ഹൈ ടാക്സ് അടയ്ക്കുകയാണ് ഗവൺമെൻറ്റിലോട്ട്. ഓക്കെ, അങ്ങനെ ടാക്സ് പോകുമ്പോൾ ഗവൺമെൻറ്റിന് എന്ത് കിട്ടുകയാണ്, നല്ലൊരു ഇൻകം കിട്ടുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രൊജക്റ്റുകൾ കൊണ്ടുവരികയാണ്. ആ പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റോഡ് പണി, പാലം പണി, അതുപോലെ തന്നെ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ ഇപ്പോൾ റോഡ് പണിയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് പണി ചെയ്യുന്നത് ആരായിരിക്കും, അതായത് ആളുകളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും, മനുഷ്യന്മാർ. ഓക്കെ, പല പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ജോലി അന്വേഷിച്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ജോലി അറിയാവുന്നവരായിരിക്കും ആ ജോലി ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായി? അതാണ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ. ഇൻക്രീസ്ഡ് റവന്യൂ ലീഡ്സ് ടു മോർ സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി ഗവൺമെൻറ് വിച്ച് വിൽ ഹെൽപ്സ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ബ്ലാക്കിൽ എഴുതിയിട്ടില്ലേ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സിന് നോട്ടൊക്കെ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങളതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, കാണാണ്ട് പഠിക്കരുത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് നമ്മളിപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ടാക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ടാക്സാണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, അതായത് എനിക്ക് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് എനിക്കൊരു ഹൈ ഇൻകം ആണുള്ളത്, അപ്പോൾ ഈ ഹൈ ഇൻകത്തിന് മേലിൽ ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഞാനത് ഡയറക്റ്റ് പോയി ടാക്സ് അടയ്ക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? When tax is levied on a person who pays the amount directly to authorities, it is called a direct tax. Okay. Therefore, in the case of direct tax, there is no intermediary between the government and the taxpayer. അതായത് ഈ ഒരു ഡയറക്റ്റ് ടാക്സിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ എനിക്കാണ് ഹൈ ഇൻകം ഉള്ളത്, അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ടാക്സ് അടയ്ക്കണം, ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഞാനും ഗവൺമെൻറ്റുമാണ് അവിടെ ഉള്ളത്. അതല്ലാണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ അവിടെ വേറൊരാളില്ല. അതാണ് ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. അപ്പോൾ നോ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ഗവൺമെൻറ് ആൻഡ് ദി ടാക്സ് പേയർ. അറ്റ് പ്രസൻറ്റ് ഇൻകം ടാക്സ് ഈസ് ദ മേജർ ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻകം ടാക്സ് ആണ് മേജർ ഡയറക്റ്റ്, ഇന്ത്യയിലെ മേജർ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻകം ടാക്സ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിന്മേൽ ചുമത്തുന്ന ടാക്സ് ആണ് ഇത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വയ്ക്കുക കേട്ടോ. അതാണ് ഡയറക്റ്റ് ടാക്സ്. വെൻ tax is levied on a person who pays the amount directly to the authorities, it is called a direct tax. In the direct tax there is no intermediary between the government and the taxpayer. At present income tax is the major direct tax in India. Okay, അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത്. അതായത് ഡയറക്റ്റ് ടാക്സ് പറഞ്ഞു ഈ ടാക്സ് പെയറുടെയും ഗവൺമെൻറ്റിൻ്റെ എന്തുണ്ടായിരിക്കില്ല, ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയും ടാക്സ് പെയറുടെയും എന്തുണ്ടായിരിക്കും, ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു പേന മേടിക്കുകയെന്ന് വിചാരിക്കുക. ഒരു ഷോപ്പിൽ നിന്ന് ഞാനൊരു പേന മേടിക്കുകയാണെങ്കിൽ അതിൽ പേനയുടെ കോസ്റ്റ് മാത്രമായിരിക്കില്ലല്ലോ ഉണ്ടായിരിക്കുക, അതിലെന്തും ഉണ്ടായിരിക്കും, ഗവൺമെൻറ്റിലോട്ട് പോകുന്ന ടാക്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിലോട്ട് പോകുന്ന ടാക്സ് കൊണ്ട് ടാക്സ് അടയ്ക്കുന്ന ഗവൺമെൻറ്റും ഉണ്ട് അവിടെ, ഞാനും ഉണ്ട് അവിടെ. പക്ഷെ ഞാനവിടെ പേന വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഗവൺമെൻറ്റിൽ ടാക്സ് അടയ്ക്കില്ലല്ലോ ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ പേനയുടെ കോസ്റ്റിൻ്റെ ആ എമൗണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടാക്സ് എമൗണ്ടും കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്, അവിടെ ഒരു കച്ചവടക്കാരനുണ്ട്, ആ പേന തന്ന ആളില്ലേ എനിക്ക്. അപ്പോൾ എൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ആരുണ്ട്, ഒരു ഇൻ്റർമീഡിയറി ഉണ്ട്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പക്ഷേ ആ ടാക്സ് ഞാൻ അടയ്ക്കുന്നത് ആ ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ആ ഒരു ഹോൾസെയിലർക്കായിരിക്കും. അവരായിരിക്കും അത് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കുന്നത്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ലിവീഡ് ഓൺ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. അതായത് പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ബാഗ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചു, എന്ത് മേടിക്കുകയാണെങ്കിൽ ഞാൻ അതിന് എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നേരിട്ട് ഞാൻ ഗവൺമെൻറ്റിലോട്ട് പോയിട്ട് ഞാനൊരു ബാഗ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കല്ല. ഞാനത് ആ ഒരു ബാഗിൻ്റെ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടാക്സ് എമൗണ്ടും കൂടിയാണ് കൊടുക്കുന്നത്. മേ ബി ഞാനത് അറിയുന്നുണ്ടായിരിക്കാം, അറിയുന്നില്ലായിരിക്കാം, എന്താണെങ്കിലും ഞാൻ അവിടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, സച്ച് ടാക്സസ് ആർ പെയ്ഡ് ത്രൂ ഇൻ്റർമീഡിയറീസ് വഴിയാണ് ഞാൻ അവിടെ എന്തടയ്ക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ഗവൺമെൻറ് കളക്ട് ഇൻഡയറക്റ്റ് ടാക്സസ് ഫ്രം പീപ്പിൾ ത്രൂ മിഡിൽമെൻ ലൈക്ക് ട്രേഡേഴ്സ്, മാനുഫാക്ചേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. All the indirect taxes in India like excise duty, service duty, state value added tax, central sales tax, merged into a single tax named goods and service tax. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പലതരം ടാക്സുകളാണ് എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്. ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരൊറ്റൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണുള്ളത്. അതാണ് ഇത് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. വിത്ത് എഫക്റ്റ് ഫ്രം 1 ജൂലൈ 2017, 2017 ജൂലൈ 1 ഈ ഒരു GST എന്ന് പറഞ്ഞാൽ ആ ഒരു ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ ഒരു GST വന്നതിൽ പിന്നെ നമുക്ക് ആകെ ഒരു ടാക്സ് അടയ്ക്കാനുള്ളൂ, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് മാത്രമേ അടയ്ക്കാനുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. Okay, as a result, all the indirect taxes except basic custom duty were subsumed in GST. Okay, അപ്പോൾ നമ്മളിപ്പോൾ മേജറായിട്ടുള്ള 2 തരം ടാക്സുകളെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റത്തത് ഇൻകം ടാക്സും, പിന്നൊന്ന് GST. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, മേജർ ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ GST എന്ന് പറയുമ്പോൾ മേജർ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, ഇൻകം ടാക്സ് ഈസ് ദി മേജർ ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ ആൻഡ് GST ഈസ് ദ മേജർ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ അറ്റ് പ്രസൻറ്റ്, ഇപ്പം നിലവിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് ആ ഒരു ഹിസ്റ്ററിയൊക്കെയാണ് നമുക്കിനി ഇതിൽ പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പറയാനുണ്ട്. മേ ബി SC ഒക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യും, എല്ലാം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, വെറുതെ ചെയ്യണ്ടല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ്. പഠിച്ചു വയ്ക്കുക, പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, താങ്ക് യു.